എല്ലാ പ്രയാസങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ഉദ്യതനായ ക്രിസ്തുവിന്റെ ശക്തമായ സാന്നിധ്യ വലയം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇതൊന്ന് അംഗീകരിച്ചാൽ മതി, ഇതൊന്ന് ഏറ്റെടുത്താൽ മതി, ഇതൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി. ആ ജീവിക്കുന്ന ഉദ്യതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കാരണം തമ്പുരാന് സമയമില്ല, തമ്പുരാന് കാലങ്ങളില്ല. സമയത്തിനും കാലത്തിനപ്പുറം ജീവിക്കുന്നവനായ കർത്താവ് നിന്റെ എല്ലാ സമയത്തും ഈ സമയത്തും കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചു. അത് ആ സ്നേഹബന്ധത്തിലാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്നേഹബന്ധത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന ഒരു നിർണായകമായ അല്ലെങ്കിൽ ഒരു അത്യാവശ്യമായ കാര്യമാണ്. ആത്മീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് പ്രാർത്ഥനയെന്ന് ഈ സ്നേഹബന്ധമാണ് നമുക്ക് ബോധ്യം തരുന്നത്. അപ്പൊ ഈ ബന്ധമില്ലാതെ പോയാലോ, ഈ സ്നേഹമില്ലാതെ പോയാലോ കൊണ്ടാണ് സ്നേഹത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതെല്ലാ എന്ത് കാര്യം സംസാരിക്കുമ്പോഴും സ്നേഹത്തിന് പ്രാധാന്യമുണ്ട്. സുവിശേഷം മുഴുവനും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്യം സംഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്നേഹം. ദൈവത്തെ ഒറ്റ വാക്യം പറഞ്ഞ സ്നേഹം. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ് എന്നല്ലേ പറയുന്നത്. യോഹന്നാനിൽ അത് അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം സ്നേഹമാണ്. അപ്പൊ സ്നേഹം തന്നെയായ ദൈവം മനുഷ്യരൂപം പ്രാപിച്ചതാണ് യേശു. ഈ യേശു നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൻ അപ്പമായി തീർന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൻ അപ്പത്തോളം ചെറുതായതും. അപ്പോ ഈ സ്നേഹ വലയത്തിൽ നമ്മൾ ആയിരിക്കുക എന്നുള്ളത് ഒരു 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 നിർണായകമായ ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതാണ്. ഈ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അയ്യോ, ആ സ്നേഹത്തിൽ ഞാൻ എപ്പോഴും ആയിരിക്കണമല്ലോ, ആ സ്നേഹത്തിൽ ഞാൻ ആയിരിക്കണമല്ലോ. ആ സ്നേഹത്തിലായിരിക്കുന്നതിന് പ്രാർത്ഥനയാണ്. സ്നേഹത്തിലായിരിക്കുമ്പോൾ സ്നേഹിക്കുന്നവന്റെ ആഗ്രഹമല്ലേ നമ്മൾ അന്വേഷിക്കുക. ഒരു വ്യക്തിയുമായി നമ്മൾ സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോ, ഒരു വ്യക്തിയുമായി നമ്മൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോ നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവനെ എങ്ങനെ പ്രസാദിപ്പിക്കാം, അവളെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നല്ലേ. അപ്പോ പ്രാർത്ഥനയിലായിരിക്കുന്ന വ്യക്തി, സ്നേഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തി നിരന്തരം പ്രാർത്ഥനയിലാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എപ്പോഴും തന്റെ ഹിതത്തെ ബലി കഴിച്ചിട്ടും തന്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ടും അവരന്റെ ഇഷ്ടത്തിനും അവരന്റെ സന്തോഷത്തിനുമായി പ്രയത്നിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വളരും. ഇത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഈ സ്നേഹം നമ്മളിൽ വരണം. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അനുദിന ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തില് പ്രാർത്ഥനയും ക്രൈസ്തവ ജീവിതം തമ്മിൽ നമുക്ക് വിഭജിച്ച് കാണാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഒരേ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്നു. ഒരേ സ്നേഹത്തിന്റെ ത്യാഗം ഉൾക്കൊള്ളുന്നതാണ് പ്രാർത്ഥനയും നമ്മുടെ ക്രൈസ്തവ ജീവിതവും. ഒരേ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്, പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നതന്നെ യേശുവിന്റെ സ്നേഹമാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കാൻ യേശുവിന്റെ സ്നേഹമാണ്. ഒരേ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹത്തിന്റെ ത്യാഗമെടുക്കാൻ പ്രാർത്ഥനയിലും ക്രൈസ്തവ ജീവിതത്തിലും നമ്മളെ പ്രേരിപ്പിക്കുന്നതെല്ലാം ഈ സ്നേഹമായതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതമോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമോ ഇത് രണ്ടും വേർതിരിച്ച് കാണാൻ നമുക്ക് പറ്റില്ല. ഇതിനെ വിഭജിച്ച് കാണാൻ നമുക്ക് പറ്റില്ല. ഇത് ഒരുമിച്ച് പോകും. കാരണം ഒരേ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു ഒരേ ത്യാഗത്തിനായി. ഈ സ്നേഹം പറ്റി വരണ്ട് പോകുമ്പോ എല്ലാം പോകും. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള താല്പര്യം പോവും, മടുപ്പ് തോന്നും, അലസത തോന്നും, വിരസത തോന്നും. എല്ലാ ദിവസവും തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ എന്ന് അല്ലേ? എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്നുണ്ട്, പിന്നെ ഒരു ദിവസം തന്നെ ചെല്ലുന്നേ, എല്ലാ ദിവസവും തന്നെയല്ലേ ചെല്ലുന്നേ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയോടും എല്ലാ ദിവസവും തന്നെയല്ലേ മനുഷ്യ നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? പിള്ളേരൊക്കെ പ്രാർത്ഥന ആസ്വാദ്യകരമായി നമുക്ക് മാറുന്നില്ലെങ്കിൽ, നമുക്ക് കിട്ടുന്ന സമയം മുഴുവനും ഒരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എവിടെയോ ദൈവത്തെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെയോ ദൈവ സ്നേഹത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ പുറകോട്ട് പോകുന്നുണ്ടെന്ന്